അങ്കിളുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു ഇവർക്കൊരു ഫോട്ടോ എടുക്കണം നിന്ന് കൊടുക്കാന്ന് വെച്ചാൽ പുള്ളി എന്നെ നോക്കിട്ട് നീ ആരുടെ എൻ്റെ അമ്മയോ? അത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. കോമഡിയാണോ പറയുന്നത് സീരിയസ് ആണോ പറയുന്നതെന്ന് മനസ്സിലാവാതെ ഞാൻ ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നവരാണ്. പേടിയല്ല, എനിക്ക് പുള്ളിക്കാരനെ ഭയങ്കര ഇഷ്ടമാണ്. ക്രൗൺ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടു. എന്നിട്ട് ഞാൻ അമ്മനെ വീഡിയോ കോൾ ചെയ്തിട്ട് ഞാൻ സർട്ടിഫിക്കറ്റ് ഇങ്ങനെ കാണിച്ചു, ലൈക് ഡയറക്റ്റ് എൻട്രി കിട്ടുന്നതിന്. അമ്മ കരഞ്ഞു. ലാലങ്കിളുടെ മോളുണ്ടല്ലോ, ആ ചേച്ചിയുടെ ചെറുപ്പകാലാണ് എന്നെ കാണിക്കുന്നതില്. പെട്ടെന്ന് അവിടെ ഒരു കുട്ടീനെ വേണമെന്ന് പറഞ്ഞ് അവരെന്നെ അങ്ങ് എടുത്തതാ തോന്നുന്നു. ഹായ്, ഹലോ, നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ഈ സെലിബ്രിറ്റി ചാറ്റ് ഷോയിൽ വിശേഷങ്ങളെല്ലാം പങ്കുവയ്ക്കാനായിട്ട് എത്തിയിരിക്കുന്നത് ഒരു വലിയൊരു സെലിബ്രിറ്റി തന്നെയാണ് കേട്ടോ. നമ്മുടെ ഇന്ത്യക്കാര്, കേരളക്കാര് എല്ലാവർക്കും തന്നെ അഭിമാനമായിട്ടുള്ള അന്താരാഷ്ട്ര സൗന്ദര്യ മത്സരത്തില് ഫൈനലിസ്റ്റായി പങ്കെടുത്ത നമ്മുടെ സ്വന്തം ഷിഫ ബാദുഷയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. ഷിഫ, വെൽക്കം ടു ദി ഷോ. എന്താണ് മോളെ ഏറ്റവും പുതിയ വിശേഷം? പുതിയ വിശേഷം ഇപ്പൊ ക്ലാസ് തുടങ്ങി, അല്ലാണ്ട് ഷോസിന്റെ ഇതൊക്കെ തന്നെ വിശേഷം. ഫൈനലിസ്റ്റ് ആയി. ഇപ്പോ നമ്മുടെ അന്താരാഷ്ട്ര കൗമാര സൗന്ദര്യ മത്സരത്തില് ഇന്ത്യയെ പ്രതിനിധീകരിച്ചാണ് ഷിഫ എത്തിയിരിക്കുന്നത്. അപ്പൊ ആ ഒരു മൊമെന്റ് എങ്ങനെയുണ്ടായിരുന്നു? മൊമെന്റ് എങ്ങനെ, എനിക്കിപ്പോഴും അത് പ്രോസസ് ആയിട്ടില്ല. ഞാൻ പോവാണെന്നുള്ളൊരു സാധനം എനിക്കിപ്പോഴും വന്നിട്ടില്ല. ഇനിയിപ്പൊ ആ ഒരു ടൈം ആകുമ്പോഴേക്കാ അയ്യോ പോണോ അയ്യോ എന്നൊക്കെ ഒരു സാധനം വരുള്ളൂ. ഇപ്പോഴും ഞാൻ വീട്ടിലും പറഞ്ഞു ഞാൻ ആയിട്ടുണ്ടെന്ന് എനിക്കറിയില്ലെന്ന് പറഞ്ഞു. അതെ. അപ്പോ ഇങ്ങനെ ഒരു മൊമെന്റിൽ എത്തി നിന്നപ്പോ വീട്ടുകാരൊക്കെ എങ്ങനെയായിരുന്നു സപ്പോർട്ട് ചെയ്തത്? സപ്പോർട്ട് എന്ന് വെച്ചാ അവര് കിട്ടിയാലും കിട്ടിയില്ലേലും അവർക്കൊക്കെയാണ്. നിനക്ക് ഇഷ്ടമാണോ നീ പോയിക്കോ, അല്ലാണ്ട് എനിക്ക് കിട്ടൂല്ലെന്നുള്ളതൊന്നും അവർക്ക് വിഷയമല്ല. അപ്പൊ കിട്ടിയ ടൈമിൽ ഞാൻ എന്റെ ബ്രദറാണ് എന്റെ കൂടെ ഗോവയിലേക്ക് വന്നത്. അപ്പൊ അവന്റെ അടുത്ത് ഞാൻ സ്റ്റേജിൽ നിന്ന് തന്നെ കാണിക്കുന്നുണ്ട്, പറയില്ലേ എന്നുള്ളത്. ഞാൻ സ്റ്റേജിൽ നിന്ന് തന്നെ കാണിച്ചു. എന്നിട്ട് ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അമ്മ ക്രൗൺ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടു. എന്നിട്ട് ഞാൻ അമ്മനെ വീഡിയോ കോൾ ചെയ്തിട്ട് ഞാൻ സർട്ടിഫിക്കറ്റ് ഇങ്ങനെ കാണിച്ചു, ലൈക് ഡയറക്റ്റ് എൻട്രി കിട്ടുന്നതിന് നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടാം. അപ്പൊ സർട്ടിഫിക്കറ്റ് ഇങ്ങനെ കാണിച്ചപ്പോ അമ്മ ഇങ്ങനെ ഇതെന്താ കിട്ടിയില്ലല്ലോ, അതെന്താ? ഞാൻ പറഞ്ഞു കിട്ടി, ഞാൻ പോവാ. ഓ, ആദ്യം അമ്മേനൊന്ന് പറ്റിക്കാനായിട്ട് നോക്കിയതായിരുന്നല്ലേ? എല്ലാരും അങ്ങനെ തന്നെ പറഞ്ഞു. എല്ലാവരുടെ അടുത്തും, ഫ്രണ്ട്സിന്റെ അടുത്താണേലും എല്ലാവരുടെ അടുത്തും ആദ്യം ഇങ്ങനെ പറഞ്ഞില്ല. എന്റെ കുറച്ച് ക്ലോസ് ഫ്രണ്ട്സും എന്റെ പാരന്റ്സിന്റെ അടുത്തും ഇങ്ങനെ പറഞ്ഞു. എല്ലാവരുടെ അടുത്തും ആദ്യം ഞാൻ പറഞ്ഞു കിട്ടിയില്ല, ക്രൗൺ കിട്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവരിങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന സാധനം എങ്ങനെയാണെന്ന് കാണാൻ വേണ്ടി അവരൊക്കെ കുഴപ്പമില്ല, നീ തന്നെയാണ് ഞങ്ങളുടെ മിസ് ക്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് വേദനയിൽ പുഞ്ചിരി എന്ന് പറയും മാതിരി അല്ലേ? ഓക്കെ, എല്ലാം കിട്ടിക്കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോ അവരെന്താ, എങ്ങനെയായിരുന്നു അവരുടെ റിയാക്ഷൻ? അവർക്ക് ഭയങ്കര സന്തോഷം. അമ്മ കരഞ്ഞു. ഓക്കെ. വാപ്പി ഞാൻ പറഞ്ഞില്ലേ കിട്ടുന്നു. വാപ്പി വാസ് ഷുവർ കിട്ടും എന്നുള്ളൊരു സാധനം അങ്ങനെ കിട്ടി. അതെ, കേരളത്തെ മാത്രമല്ല നമ്മള് ഇന്ത്യക്കാര്, ഇന്ത്യ ഒട്ടാകെ എന്താ പറയാ, അവരെല്ലാവരും പ്രതിനിധീകരിച്ച് വന്നിരിക്കുന്നത് നമ്മുടെ കൊച്ചിക്കാരി, നമ്മുടെ സ്വന്തം കലൂരുകാരിയാണ് ഷിഫ. അപ്പോ നമുക്ക് എല്ലാവർക്കും ഒരു അഭിമാനം തന്നെയാണ്. അപ്പൊ ആ ഒരു മൊമെന്റില് ആ ഒരു ക്രൗൺ നമ്മുടെ തലയിൽ വെച്ച് തന്നപ്പോൾ എന്തായിരുന്നു തോന്നിയത്? ഇല്ല, ക്രൗൺ ആക്ച്വലി എനിക്ക് കിട്ടിയിട്ടില്ല. നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഞാൻ മാത്രമല്ല പോകുന്നത്, വേറെയും കുട്ടികളുണ്ട്. എനിക്ക് ഫസ്റ്റ് ക്രൗൺ കിട്ടിയത് ആന്ധ്രാപ്രദേശ് എന്നൊരു കുട്ടിയാണ്. അപ്പൊ ഞങ്ങള് കുറച്ചു പേരുണ്ട്. അപ്പൊ അവര് 3 പേരും പിന്നെ ഞങ്ങൾ കുറച്ചു പേരും കൂടി ഉണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടിയാണ് പോകുന്നത്. ഇനി അവിടുന്ന് നമുക്ക് കണ്ടറിയാം ആർക്ക് കിട്ടും. തന്നെയാണ് നമ്മൾ പറയുന്നത് അല്ലേ? അവിടെ ചെല്ലുമ്പോൾ പറയാം എനിക്ക് കിട്ടുമോ അതോ ബാക്കി ആർക്കാണേലും ഡിസേർവിംഗ് ആയ ആൾക്ക് കിട്ടും. അതെ, തീർച്ചയായിട്ടും. അപ്പോ എന്തായാലും ഇപ്പോ ഷിഫ എന്ന് പറയുന്നത് കേരളത്തെ പ്രതിനിധീകരിച്ച് ഇപ്പൊ ഇത്രയും വലിയൊരു മുന്നിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഫാമിലി സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയായിരുന്നു ഫാമിലി സപ്പോർട്ട്? ഇപ്പൊ പറഞ്ഞു ചേട്ടനുമായിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് എന്ന്. അപ്പോൾ ആ ഒരു സമയത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഫാമിലി സപ്പോർട്ട് എനിക്ക് നല്ല രീതിക്ക് ഉണ്ട്. അവർക്ക് ഞാൻ പറഞ്ഞില്ല എനിക്ക് ക്രൗൺ കിട്ടുമോ, അല്ലെങ്കിൽ ഞാനിപ്പോ ഒരു കോമ്പറ്റീഷൻ പോകുമ്പോൾ നീ അത് വിൻ ചെയ്യുമോ ഇല്ലയെന്നല്ല, നിനക്കത് ഇഷ്ടമാണോ നീ പോയി ചെയ്. അതെ, ആ ഒരു സാധനമേ ഉള്ളൂ. അവർക്ക് ജയിക്കോ തോൽക്കോ അത് നോക്കണ്ട, മക്കളുടെ ഇഷ്ടമാണ് അല്ലേ? മക്കളുടെ ഇഷ്ടം, അവരുടെ ഞങ്ങളുടെ രണ്ടുപേരുടെ കാര്യത്തിലാണെങ്കിലും ഫാമിലി അങ്ങനെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചെയ്യുക, നിങ്ങൾക്ക് അത് ഹാപ്പിനെസ് തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, ഡു ഇറ്റ്. അതെ, ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ഷിഫ ഒരു സകലകലാവല്ലഭയാണ്.
ഇപ്പൊ അഭിനയത്തിലായിക്കോട്ടെ, ഇപ്പൊ നമുക്കറിയാം 2014 എനിക്ക് തോന്നുന്നു ജയസൂര്യയുടെ കൂടെയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി എന്ന മൂവിയിൽ ആദ്യമായിട്ട് അഭിനയം. ഇല്ല, ആദ്യം ഞാൻ ചെയ്തത് കർമ്മയോധയാണ് അല്ലേ? ഓക്കെ, ആ ഒരു കുഞ്ഞൊരു സീൻ തന്നെ ഉള്ളൂ. പക്ഷെ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് വലിയൊരു നടന വിസ്മയത്തിന്റെ കൂടെയാണ്, ലാലേട്ടന്റെ കൂടെ. അപ്പൊ ആ ഒരു മൊമെന്റ്സ് ഓർത്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഓർക്കാനായിട്ട് എന്റെ ഒരു ഓർമ്മയിൽ ശരിയാണെന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് കർമ്മയോധ ആ ഷൂട്ടിന്റെ ടൈമിൽ പെട്ടെന്നായിരുന്നു തോന്നുന്നു. ഒരു കുട്ടീനെ വേണം പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് അവരെന്നെ എടുത്തു. അതെ. അപ്പോ അത് ആക്ച്വലി ഒരു സോങ്ങില് ലാലങ്കിളുടെ മോളുണ്ടല്ലോ, ആ ചേച്ചിയുടെ ചെറുപ്പകാലാണ് എന്നെ കാണിക്കുന്നത് അതില്. എനിക്ക് തോന്നുന്നു പെട്ടെന്ന് അവിടെ ഒരു കുട്ടീനെ വേണമെന്ന് പറഞ്ഞ് അവരെന്നെ അങ്ങ് എടുത്തതാ തോന്നുന്നു എനിക്ക്. അതെ, ഇപ്പൊ പറയുകയാണെങ്കിൽ ലാലേട്ടന്റെ കൂടെ ചെറിയൊരു സീനാണെങ്കിൽ പോലും ചെയ്യാന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. ഒന്ന് കാണാൻ തന്നെ കാത്തിരിക്കുന്ന എത്രയോ പേരുണ്ട് അല്ലെ? അതേപോലെ തന്നെയായിരുന്നു നമ്മുടെ ജയസൂര്യയുടെ കൂടെ ഉണ്ടായിരുന്ന സിനിമയില്. അപ്പൊ ആ ഒരു സിനിമയിലെ മൊമെന്റ്സ് എന്തെങ്കിലും ഓർത്ത് വെക്കുന്നുണ്ടോ? അതിൽ എനിക്ക് നല്ല കുറെ മെമ്മറീസ് ഉണ്ട്. കാരണം അതില് ഞാൻ അത്യാവശ്യം ഒരു റോൾ ചെയ്തിട്ടുണ്ട്. അതിനകത്തുനിന്നാണ് എനിക്ക് മിനോൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ചേട്ടനായിട്ട് അഭിനയിക്കുന്നത്. മിനോൻ ചേട്ടനൊക്കെ ആയിട്ട് മിനോൻ ചേട്ടൻ എൻ്റെ പടമൊക്കെ വരച്ചു തന്നിട്ടുണ്ട് എനിക്ക്. ചേട്ടൻ നല്ല വരയ്ക്കും. പിന്നെ മറ്റേ ഇതില്ലേ, ഓലയുടെ ഇല കൊണ്ട് കുറെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി. ചേട്ടനും അതെ, ചേട്ടൻ്റെ അച്ഛനും അങ്ങനെയായിരുന്നു. ഇപ്പൊ ഈ മോഡലിംഗ് രംഗത്തേക്ക് കാലെടുത്ത് വെക്കാം എന്ന് തോന്നി തുടങ്ങിയത് എപ്പോ മുതലായിരുന്നു? ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഫീൽഡാണ് മോഡലിംഗ്. ഐ മൈസെൽഫ് ഈസ് എൻ ഇൻസെക്യൂർ പേഴ്സൺ. അപ്പൊ എന്നെ പോലെ എനിക്ക് ഭയങ്കര ഇൻസെക്യൂരിറ്റി ആയിരുന്നു. അപ്പം എനിക്ക് അങ്ങനെ ഒരു ഇൻസെക്യൂരിറ്റി വെച്ചിട്ട് മോഡലിംഗ് എന്നൊരു സാധനം ഞാൻ മൈൻഡിൽ പോലും കരുതാത്ത സാധനം. പക്ഷെ എൻ്റെ അമ്മയുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഫിദാൻറ്റി. വി ആർ ലൈക്ക് ഫാമിലി. അമ്മയുടെ ഫ്രണ്ട് എന്നല്ല, എൻ്റെ ഒരു സെക്കൻഡ് പോവാണ്. ഫിദാൻറ്റി വഴി ഫിദാൻറ്റിയുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, അജിത്ത് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അജിത്തേട്ടൻ ഒരു നമ്മുടെ ഈ April 5th and 6th കേരള ഗ്രാൻഡ് ഐക്കൺ എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് നടന്നിട്ടുണ്ട്. റാക്ക് വർക്ക് മോഡലിംഗ് കമ്പനി നടത്തുന്ന ഒരു പാജൻ ഷോ നടന്നിട്ടുണ്ടായി. അപ്പോൾ ആ ടൈമിൽ അജിത്തേട്ടൻ്റെ അടുത്ത് ഫിദാൻറ്റിയായിട്ട് എങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ട് ഇവരിങ്ങനെ എൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ അജിത്തേട്ടൻ അവൾ ചെയ്യുമോയെന്ന് ചോദിക്കുന്നു. ഫിദാൻറ്റി എൻ്റെ അടുത്ത് പറയുന്നു. ഞാൻ ശരിക്കും ഇത് സീരിയസ് ആണെന്ന് ഓർക്കുന്നില്ല ആദ്യം. ഫിദാൻറ്റി എൻ്റെ അടുത്ത് നിന്ന് ചിപ്പുന് മോഡലിംഗ് ഇഷ്ടമാണോ, ചെയ്യട്ടെ എന്ന് പറയാം, കൊടുക്കട്ടെ എന്ന് പറയാം. ഞാൻ കൊടുത്തു. ആരറിയുന്നു, ഞാൻ ശരിക്കും ഓർത്തില്ല. ഞാൻ ആദ്യം ഫണ്ണായിട്ട് എടുക്കുള്ളൂ ഇതൊക്കെ. എന്നിട്ട് ഫിദാൻറ്റി സീരിയസ് ആന്ന് മനസ്സിലായപ്പോ ഞാൻ അയ്യോ സീരിയസ് ആണോ? ഞാൻ പറഞ്ഞു എനിക്ക് കിട്ടുമോ? അപ്പൊ കിട്ടുന്നതിലല്ലല്ലോ, പോയി അങ്ങ് ചെയ്യുന്നല്ലേ, രസമല്ലേ, അങ്ങനെ ഇറങ്ങിയതാ. അങ്ങനെ ഇപ്പൊ അതാ ഞാൻ കഴിഞ്ഞ മാസം ഏപ്രിലിൽ സ്റ്റാർട്ട് ചെയ്തപ്പോ തന്നെ ഇത്രയും വലിയൊരു താരമായി മാറിയിരിക്കുകയാണ്. ഓക്കെ, ഇത് ആദ്യമേ ഫ്രണ്ട്സിന്റെ ഒക്കെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്ത് ഇങ്ങനെ പോകുന്നുണ്ട്, പങ്കെടുക്കുന്നുണ്ട്? ഈ ഗോവയിലെ പരിപാടി ഫ്രണ്ട്സ് എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടില്ല. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും എൻ്റെ കുറച്ച് ക്ലോസ് ആൾക്കാരൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ട്. എനിക്ക് ഭയങ്കര കുറെ സംസാരിച്ച് കുറെ ഫ്രണ്ട്സിനെ ഉണ്ടാക്കി ഇഷ്ടം. പക്ഷെ എല്ലാവരുടെ അടുത്തും പറയലും നടക്കൂലല്ലോ. പക്ഷെ അവർ പോസ്റ്റർ ഇറക്കും, ഈ മിസ്റ്റർ ആൻഡ് മിസ് ടീം സൂപ്പർ ഗ്ലോബ് അവരുടെ ആ ഒരു അക്കൗണ്ടിൽ പോസ്റ്റർ ഇറക്കും നമ്മള് കണ്ടസ്റ്റൻസിന്റെ. ആ ടൈമിൽ എല്ലാവരെയും അറിയിച്ചു. അതെ, എല്ലാരും അറിഞ്ഞു. ഇപ്പൊ മോളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു സിനിമ ഫാമിലിന്ന് വളർന്നു വന്ന ഒരു കുട്ടിയാണ് അല്ലെ? അപ്പോ ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാല് ഇപ്പൊ വാപ്പാരെ എല്ലാവർക്കും അറിയാം, ബാദുഷാക്ക എല്ലാ സിനിമയിലെ പ്രൊഡക്ഷൻ കൺട്രോളിങ് ആളാണ്. അപ്പോൾ സിനിമയിലെ ഒരു നിറസാന്നിധ്യം എന്ന് തന്നെ നമുക്ക് പറയാം. ഇപ്പൊ ഷിഫയ്ക്കാണെങ്കിലും സിനിമയിലെ ഒത്തിരി കോണ്ടാക്ട്സ് ഉണ്ടോ? ഉണ്ടോന്ന് ചോദിച്ചുണ്ട്. ആരായിരിക്കും ഏറ്റവും കൂടുതൽ കമ്പനി വരുന്നത്? കമ്പനി തരുന്നത് ഇൻ ദ സെൻസ് ലൈക്ക് എപ്പോഴും എനിക്ക് വിളിക്കാനോ അങ്ങനെയൊക്കെയാണോ? വലിയ വലിയ ആൾക്കാരാണോ? സിനിമയിൽ ആരായാലും മതി. അങ്ങനെ ചോദിച്ചപ്പോ ആരെയാ പറയാ? അത് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കുറെ കമ്പനീസ് എല്ലാവരുമായിട്ട് കമ്പനി. ആര് വിളിച്ചാലും ഞാൻ എടുക്കും. എന്നാലും ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് സിനിമയിൽ നിൽക്കുന്നത് ആരായിരിക്കും? എല്ലാവരും എനിക്ക് ഒരേപോലെയാ. അതെ, അതുകൊണ്ട് ഒരാളെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഒരു വിഷമം ആയാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണോ? അങ്ങനെയാവാം, ആരും കിട്ടുന്നിട്ടും ആവാം. ഓ, അങ്ങനെയൊക്കെ. ഓക്കെ, ഇപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞു ലാലേട്ടൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, ജയസൂര്യ അങ്കിളുടെ കൂടെ ചേട്ടൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, നമ്മുടെ മമ്മൂക്കാടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ആ ഒരു മൊമെന്റ്സ് കൂടി ഒന്ന് പറയാമോ? മമ്മൂട്ടി അങ്കിളുടെ കൂടെ മൊമെന്റ്സ് ഒന്നും എനിക്ക് മമ്മൂക്കങ്ങളായിട്ട് സംസാരിക്കുന്ന ടൈമില് കോമഡി ആണോ പറയുന്നത് സീരിയസ് ആണോ പറയുന്നതെന്ന് മനസ്സിലാവാതെ ഞാൻ ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നവരോ. ഞാൻ വാപ്പയുടെ അടുത്ത് പറയും, മമ്മൂട്ടികളെ കാണുമ്പോഴേ ഞാൻ പറയാം വാപ്പ എങ്ങനെ പോലെ എനിക്ക് പേടിയാന്ന് പറയും.
പേടിയല്ല, എനിക്ക് പുള്ളിക്കാരനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ ഇത് കോമഡിയാണ് പറയുന്നത് സീരിയസ് ആണോ എന്ന് എനിക്ക് മനസ്സിലാവാത്തപ്പോ ഞാൻ ഇങ്ങനെ നിൽക്കും എന്തെങ്കിലും പറയുമ്പോഴേക്ക്. പിന്നെ അങ്കിൾ ചിരിക്കുന്ന ടൈമിലാണ് എനിക്ക് മനസ്സിലായത് ഇത് കോമഡി ആയിരുന്നു. അതുപോലെ പുള്ളിക്കാരൻ സ്റ്റാർ പറഞ്ഞൊരു മൂവി ഉണ്ടായി. അപ്പൊ ആ ടൈമിൽ അതില് ലൊക്കേഷന്റെ ടൈമില് അതിൽ നമ്മള് കുറെ കുട്ടികളുണ്ട്. അപ്പോ ഞാന് മിക്കപ്പോഴും മമ്മൂട്ടിയങ്കളായിട്ട് സംസാരിക്കുന്നത് കണ്ടിട്ട് എൻ്റെ കൂടെ അഭിനയിച്ച് കുറച്ച് കുട്ടികൾ എൻ്റെ അടുത്ത് പറഞ്ഞു ലൈക്ക് ഒരു ഫോട്ടോ എടുക്കാൻ എന്ന് ചോദിക്കുമെന്ന് ചോദിച്ചു. ലൈക്ക് അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഇത്രയും വലിയൊരാളടുത്ത് പോയിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയാവില്ല. ഞാന് അന്ന് ഞാൻ കുട്ടിയായിരുന്നല്ലോ, അപ്പൊ പിന്നെ എനിക്കതൊന്നും പേടിയൊന്നുമില്ല. നമ്മുടെ എന്റെ ആളല്ലേ, നമുക്ക് സംസാരിക്കാം. അങ്ങനെ പോയിട്ട് ഞാൻ ഞാൻ മമ്മൂട്ടിയങ്കളുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു ഇവർക്ക് ഒരു ഫോട്ടോ എടുക്കണം നിന്ന് കൊടുക്കാന്ന് വെച്ചാൽ പുള്ളി എന്നെ നോക്കിട്ട് നീ ആരുടെ എന്റെ അമ്മയോ? അത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. ആ ഒരു ഇത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. അതിപ്പോ എവിടെ കണ്ടാലും വാപ്പി എൻ്റെ അടുത്ത് മമ്മൂട്ടിയങ്കളുടെ കാര്യം എന്നെ പറ്റി പറയുമ്പോ വാപ്പി അത് പറയും. ഇപ്പൊ ഇത്രയും വലിയൊരാൾ ഇങ്ങനെയൊക്കെ പറയാന്ന് പറഞ്ഞാല് അല്ലെ നിസ്സാര കാര്യമായിട്ടുള്ള ഒരു കാര്യമല്ല. ഓക്കെ, ഇതൊക്കെ നമ്മുടെ ലൈഫിൽ എടുത്തു വെക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മുടെ ഷെൽഫിൽ ഒരു ഫ്രെയിം ചെയ്ത് വെക്കാൻ പറ്റുന്ന പലതരത്തിലുള്ള കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ ഇപ്പൊ നമുക്കറിയാം മലയാള സിനിമയിൽ ഒത്തിരിയേറെ പുതുമുഖ നായകന്മാരും നായികമാരും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ആ ഒരു ഇതുപോലെ നമുക്കും ഷിഫേനെ കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് പ്രതീക്ഷിക്കാം. പുതിയ പ്രോജക്ട്സ് ഒക്കെ വരുന്നുണ്ടോ? വരുന്നുണ്ട്, പക്ഷെ ഏതൊക്കെ ചെയ്യും ഇതൊക്കെ കിട്ടും ഒന്നും അറിയില്ല. നല്ല നല്ല പ്രോജക്റ്റ് വരട്ടെ. പ്രാർത്ഥിക്കാം നല്ലതായിട്ട് പോവാൻ. ഓക്കെ, വാപ്പാനെ കുറിച്ച് പറയാമോ? എന്താ പറയണ്ട വാപ്പാനെ കുറിച്ച്? വാപ്പ എങ്ങനെയാണ്? സൂപ്പറാണ്. ഒറ്റ വാക്കി പറഞ്ഞ അത്രേ ഉള്ളൂ. ഓക്കെ, അമ്മേനെ കുറിച്ച്? അമ്മ പാവമാണ്. എന്താ പറയണ്ടേ, ഒരു പറ്റി എന്താ പറയണ്ടേ ചോറ. അതായത് വാപ്പ എങ്ങനെയാണ് വീട്ടില് ഇപ്പൊ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ ആണല്ലോ, അപ്പൊ സിനിമ ആ ഒരു എന്താ പറയാ പ്രൊഫഷൻ എങ്ങനെയാണ്? അതാണ് ഞാൻ ചോദിക്കുന്നത്. കിട്ടാറില്ല, പക്ഷെ കിട്ടുന്ന സമയം സൂപ്പറാണ്. ഇപ്പൊ പെരുന്നാളൊക്കെ വരുമ്പോ എങ്ങനെയാ വാപ്പ വീട്ടിലുണ്ടാവാറുണ്ടോ? അതോ ലൊക്കേഷനിലായിരിക്കോ? ലൊക്കേഷനിൽ ഇങ്ങനെ അർജന്റ് ആയിട്ട് നമ്മള് പെട്ടെന്ന് തീർക്കേണ്ട സിനിമ വല്ലതും ആണെങ്കിലും വാപ്പ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ നമ്മള് ഫാമിലി ആയിട്ട് ഉണ്ടാവും. വാപ്പയുടെ ഫാമിലിയും വരും, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോവും. എല്ലാവരുടെയും വീട്ടിലൊക്കെ പോയി അടിച്ചുപൊളിച്ച് ആഘോഷിക്കും അല്ലേ? ഓക്കെ, ഇപ്പൊ ലൊക്കേഷനിലൊക്കെ ഷിഫ പോവാറുണ്ടോ? ഉണ്ട്. പോകുമ്പോ എങ്ങനെയാ ആ ഒരു മൊമെന്റ്സ്? വീട്ടിലെ വാപ്പയാണോ അതോ അവിടെയുള്ള വാപ്പയാണോ നല്ലത്? രണ്ടിടത്ത് രണ്ട് വാപ്പയാണോ? രണ്ടാണ്. അത് രണ്ടാണ് ഇൻ ദ സെൻസ് വാപ്പിയുടെ ഒരു സംസാരവും അതൊക്കെ നമുക്ക് കറക്റ്റ് അറിയണമെങ്കിൽ നമ്മള് വീട്ടിലാണ്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വാപ്പിയുടെ അടുത്ത് കമ്പനി ഉണ്ടായിരിക്കണം. അപ്പൊ വാപ്പി ലൊക്കേഷനിൽ ഇങ്ങനെ ആവശ്യത്തിനെ സംസാരിക്കും, വീട്ടിലെ വാപ്പി വെറുതെ സംസാരിക്കും. ഓക്കെ, അപ്പൊ എല്ലാവരും കൂടെ ഉള്ള നിമിഷം എന്ന് പറയുന്നത് വീട്ടില് ഭയങ്കര അടിപൊളിയാണ് അല്ലേ? അടിപൊളി. ഓക്കെ, ഇപ്പൊ ചേട്ടൻ മ്യൂസിക് ആണ് പഠിക്കുന്നത്. എവിടെയാണ്? അവൻ ചെന്നൈയിലാണ്. KM മ്യൂസിക് AR ഇപ്പോ ചേട്ടൻ സംഗീതം പാട്ടൊക്കെ ആയിട്ട് നടക്കുന്നു. ഇപ്പോ ഷിഫേനെ കുറിച്ച് പറയാം, ഡാൻസറാണ്, അഭിനേത്രിയാണ്, ഒരു മോഡലാണ്, ഒരു സിംഗർ കൂടെയാണ്. അപ്പോ നമുക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് ഒന്ന് മൂടാനായിട്ട് സാധിക്കും? പനി പിടിച്ചിട്ടിരിക്കും. സാരില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം പനിയാന്ന്. പഠിക്കും. ഏത് പാട്ടാ പാടാ? ഏതാണ് കംഫർട്ട്? ആ പാട്ട് പഠിക്കും. കഴിയോളം അടിപൊളി. എനിക്ക് വൺ ഓഫ് ദി ഫേവറേറ്റ് സോങ്സിൽ ഒന്നാണിത്. ഇതിങ്ങനെയല്ല ഞാൻ പാടുന്നത്, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ പാടിയത്. നോട്ട് സാറ്റിസ്ഫൈഡ്. എന്റെ ഇൻസ്റ്റയിൽ വരും, ഞാൻ ഇടയ്ക്കിടയ്ക്ക് രാത്രി ലൈവ് പോകും. തീർച്ചയായിട്ടും. ഇപ്പൊ എനിക്ക് പനി പിടിച്ചുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. കുഴപ്പമില്ല, നമ്മളെല്ലാരും അത് അങ്ങ് അക്സെപ്റ്റ് ചെയ്യുന്നു. ഓക്കെ, നന്നായിട്ട് പാടിയടാ. ഇനി നന്നായിട്ട് പാടാനായിട്ട് സാധിക്കട്ടെ കേട്ടോ.